എൻ്റെ ആദ്യത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ ശ്വേതയോട്, അൻസിബയോട്, ടിനിയോട്, അവരുടെ അഡ്വക്കേറ്റുമാരോട്, മല്ലിക ചേച്ചിയോട്, ലക്ഷ്മി പ്രിയയോട്, ഞാൻ ഇവരോടെല്ലാം മണിക്കൂർ കണക്കിന് സംസാരിച്ചു എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. എന്നിട്ട് അങ്ങനെ മണിക്കൂർ കണക്കിന് സംസാരിച്ചതിൽ ഒരു ഓഡിയോ ആണ് ഇന്ന് ലീക്ക് എന്നാണ് നിങ്ങളൊക്കെ വാക്ക് ഉപയോഗിക്കുന്നത്. ലീക്കല്ല, റിലീസാണ്. ലീക്കും റിലീസും വ്യത്യാസമുണ്ടല്ലോ, റിലീസാണ്. ഭയങ്കരം തന്നെ. അതിന്റെ ഓഡിയോ ക്വാളിറ്റിയുടെ വ്യത്യാസം, എന്റെ ഫോൺ ടോണും ബാക്കി ലൈവ് ടോണും കേട്ടാൽ എവിടുന്ന ലീക്കായെന്നൊക്കെ അല്ലെങ്കിൽ റിലീസായെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നമ്മളൊരു രമ്യതയിൽ എത്തിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വർത്താനം പറയുന്ന അനുരഞ്ജന സംസാരങ്ങളുടെ ഓഡിയോ പുറത്തു വിട്ടതിൽ എനിക്കൊരു പേഴ്സണൽ ഇഞ്ചുറി, ഒരു വേദന ഉണ്ട്. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. വെരി സാഡ്. ഓക്കെ, ശരി. ഞാൻ ക്രൗൺ പ്ലാസയില്. ക്രൗൺ പ്ലാസ. ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാന് ഇവിടെ വന്നാ. ഹലോ, എന്തേ? ഞാനേ നിങ്ങളോട് ക്രൗൺ പ്ലാസ എന്താ പരിപാടി ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരുമോ? അല്ല, അതല്ല, ഞാൻ അങ്ങനെയല്ല, ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഓ, ആ പരിപാടി. ഓഫ്, അങ്ങനെയൊന്നുമല്ല. അല്ലേ, ഞാനത് കൂട്ടി വായിക്കാം. ഞാൻ നിങ്ങളോട് ചോദിച്ചു എന്താ എന്ന പരിപാടി വൈകിട്ട് ഹസ്ബൻഡ് വരും. വിഷു, ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയാത്ത ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അതാണ്. അല്ല, ഹസ്ബൻഡ് വന്ന് പോട്ടല്ല. യു ജസ്റ്റ് പിഷു, ഐ വാണ്ട് you people to give me the ശരി. ഓക്കെ, ശരി. സത്യം പറ, നീ ആരാ? ഞാൻ ആരുമല്ല. നീ എന്റെ കഞ്ഞിയിൽ പാറ്റിടാൻ വന്നവനല്ലടാ. ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, വളരെ പേഴ്സണൽ ആയിട്ട് സംസാരിക്കുന്ന ഒരു ഓഡിയോ ലീക്ക് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയിലെ IT ആക്ട് പ്രകാരം അത് തെറ്റാണ്. മാത്രമല്ല, പൊളിറ്റിക്കൽ അജണ്ടയാണ്. അത് പൊളിറ്റിക്കൽ അജണ്ടയാണ്. ആ രമേശ് പിഷാരടിയെ പോലെ MLA ആയിട്ട് ഞങ്ങളുടെ സംഘടനയിൽ നിന്നും ഞങ്ങൾ അഭിമാനത്തോടെ കാണുന്ന ഒരു വ്യക്തിയെ എത്ര ഗംഭീരമായിട്ടാണ് അദ്ദേഹം പാലക്കാട് നിന്ന് വിജയിച്ചു വന്നത്. അദ്ദേഹത്തിനെ തകർക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണ് അദ്ദേഹത്തിന്റെ ഓഡിയോ ക്ലിപ്പ് ലീക്ക് ചെയ്തത്. അതിനകത്തെ മോശം പരാമർശങ്ങളെല്ലാം അവർ നടത്തിയത് മാറ്റിക്കൊണ്ട് അതിനകത്ത് ദുബായി കൊണ്ടുപോയ വ്യക്തിയുടെ പേര് മ്യൂട്ട് ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തിനെ മാത്രം അപമാനിക്കാനായിട്ട് നടത്തിയതാണ്. അതിനെ ഞങ്ങൾ അങ്ങേയറ്റം ഞങ്ങൾ എല്ലാവരും അത് തെറ്റാണ് എന്ന് ഇവിടെ ഉറക്കെ പ്രഖ്യാപിക്കും. വിധവയാവുന്ന തോന്നുന്നു.